യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം, വചനം ജഡമായി തീർന്നു, കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പ്രാർത്തു. ഇവിടെ 2 പദങ്ങൾ പറയുന്നു. ഒന്ന് കൃപ, 2 സത്യം. കൃപ, നമ്മൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം പഠിക്കുമ്പം നോഹയെക്കുറിച്ച് ദൈവം പറയുക, അവൻ ദൈവത്തിൻ്റെ കൂടെ നടന്നു, അവൻ്റെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും നിഷ്കളങ്കനുമാകുന്നു. അപ്പോൾ ഒരുവൻ്റെ മേൽ ദൈവത്തിൻ്റെ കൃപ അല്ല ഗ്രേസ് വീണാൽ അവനോട് തുടർമാനമായിട്ട് ദൈവം സംസാരിച്ചുകൊണ്ടേയിരിക്കും. അവൻ്റെ ലൈഫിലെ എല്ലാ കാര്യത്തിനകത്തും ദൈവത്തിൻ്റെ കരമിറങ്ങി വരും. നിങ്ങൾ നോക്കിയേ, നോഹയെ കൊണ്ടാണ് ദൈവം പെട്ടകം പണിയിപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഗ്രേസ് ഒരുവൻ്റെ മേൽ വെളിപ്പെട്ടാൽ ദൈവം തൻ്റെ പ്രോസസ്സിന് വേണ്ടി അവനെ ഉപയോഗിക്കും. നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ അല്ല കരുണ അധികമായി വെളിപ്പെട്ടാൽ ദൈവം തൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി നിങ്ങളെ ഉപയോഗിക്കുന്ന ഒരു സീസണായി മാറ്റപ്പെടണം. 2, ദൈവം നിങ്ങളോട് തുടർമാനമായി സംസാരിച്ചുകൊണ്ടേയിരിക്കും. വീണ്ടും ഞാൻ പറയുന്നു, ദൈവത്തിൻ്റെ കൃപ ഒരുവൻ്റെ മേൽ വീണാൽ ദൈവം തൻ്റെ പ്രോസസ്സിങ്ങിന് അവനെ ഉപയോഗിക്കും. അതുമാത്രമല്ല, ദൈവം തുടർമാനമായിട്ട് അവനോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ദൈവത്തിൻ്റെ ശബ്ദം ക്ലിയർ കട്ടായിട്ട് അവൻ്റെ ലൈഫിൽ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവത്തിൻ്റെ പർപ്പസിലേക്ക് മൂവ് ചെയ്താൽ നിൻ്റെ ലൈഫിൽ ഭയങ്കര സെക്യൂരിറ്റി ഫീൽ ചെയ്യും. ദൈവത്തിൻ്റെ ഗ്രേസ് ഒരുവൻ്റെ മേൽ വീണാൽ അവനെ ദൈവം തീർച്ചയായും സെറ്റിൽമെൻറ്റ് ചെയ്തിരിക്കും. ഞാനൊരു കാര്യം ഉറപ്പ് പറയാം, നിൻ്റെ ലൈഫിനകത്ത് ദൈവത്തിൻ്റെ വലിയ സെറ്റിൽമെൻറ്റുകൾ, ദൈവശബ്ദം കേട്ട് കർത്താവ് നിന്നെ ഉറപ്പിക്കത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ വലിയ സെറ്റിൽമെൻറ്റുകൾ വെളിപ്പെടും. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.